ശഅബാൻ മാസം വർഷത്തിൽ ഒരു മാസത്തിൽ നമ്മുടെ കർമ്മങ്ങളെ പ്രത്യേകം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്ന് പഠിപ്പിച്ച ആ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. റജബിന്റെയും റമളാന്റെ ഇടയിലും അധിക ജനങ്ങളും അശ്രദ്ധയിലകപ്പെടുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടെ ആ മാസത്തെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ശഅബാൻ മാസം ആഗതമായാൽ ഷോപ്പ് അടച്ചു, കട അടച്ചു. നമ്മളോ ശഅബാൻ ആകുമ്പോൾ അതിന്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ഒന്ന് ഉഷാറാക്കി റമളാനിൽ കച്ചവടം പൊടി പൊടിക്കാൻ, ഈദുൽ ഫിത്തറിന്റെ കച്ചവടം പ്രമാണിച്ച് ഉഷാറാക്കാൻ നമ്മൾ ശ്രമിക്കാം. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു ശഅബാൻ ആയാൽ ഷോപ്പ് ക്ലോസ് ചെയ്തു. എന്നിട്ട് വതഫറഖ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി ഒരുങ്ങി അങ്ങോട്ട് അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി സമയം അങ്ങ് മാറ്റിവെക്കുകയാണ്. അവിടുന്ന് പറയാറുണ്ട്, വകാന യഖൂലു തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് ആത്മീയ മുന്നേറ്റം നടത്തിയവന്, ആത്മാവ് ശുദ്ധീകരിച്ചവന് അവന് സന്തോഷമെന്ന് അവിടുന്ന് പറയാറുണ്ട്. അല്ലാഹു തആല നമുക്കും പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ വിശുദ്ധമായ റമളാന് മുന്നോടിയായി നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.